സഹമന്ത്രി സുരേഷ് ഗോപി കോട്ടയത്ത് നടത്തിയ അധിക്ഷേപപരമായ പരാമർശങ്ങൾക്ക് മറുപടിയായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. കേന്ദ്രമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ശിവൻകുട്ടി സുരേഷ് ഗോപിക്ക് സിനിമാ സ്റ്റൈൽ മാത്രമാണ് ഉള്ളതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത്ഭുതപ്പെടാനില്ലെന്നും തുറന്നടിച്ചു. കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള ഈ വാക്പോര് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്, എന്നാൽ അദ്ദേഹത്തിന് എല്ലാം സിനിമാ സ്റ്റൈലാണ്. അഭിനയ ലോകത്ത് നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ മാത്രമേ സമീപിക്കാൻ അറിയൂ. സത്യസന്ധതയുടെ കാര്യത്തിൽ അദ്ദേഹം പൂജ്യമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചാകും സുരേഷ് ഗോപി പറഞ്ഞത്, അല്ലാതെ ഒരു സംസ്ഥാന മന്ത്രിയെ കുറിച്ച് അത്തരത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് ധാർമ്മികമായ അവകാശമില്ലെന്ന് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ച ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലെന്നും കൂട്ടിച്ചേർത്തു. നാക്കെടുത്താൽ കള്ളം മാത്രമാണ് സുരേഷ് ഗോപി പറയുന്നത്. നുണ പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമാണ് അദ്ദേഹം വാ തുറക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന് വേണ്ട സത്യസന്ധത അദ്ദേഹത്തിന് ഇല്ല എന്നും മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചു. സുരേഷ് ഗോപി വിജയിച്ചത് കള്ളവോട്ടിന്റെ സഹായത്താലാണെന്നും ശിവൻകുട്ടി ആരോപിച്ചു. കള്ളവോട്ട് നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. സ്വന്തം കുടുംബക്കാരെ കൊണ്ട് പോലും കള്ളവോട്ട് ചെയ്യിപ്പിച്ചു. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സുരേഷ് ഗോപിയുടെ പൊതുപ്രവർത്തന ശൈലിയെയും മന്ത്രി പരിഹസിച്ചു. മൊട്ടുസൂചിയുടെ ഉപകാരം പോലും നാട്ടുകാർക്ക് സുരേഷ് ഗോപി ചെയ്യുന്നില്ല. എങ്കിലും കലുങ്കൽ കയറി ഇരുന്നാൽ എല്ലാം ആയെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. വെറും അഭിനയം മാത്രമാണ്. സുരേഷ് ഗോപിയെ നാട്ടുകാർ പോലും വകവെക്കുന്നില്ല എന്നും ശിവൻകുട്ടി ആവർത്തിച്ചു. തന്നെ കാണാൻ വരുന്നത് ജനങ്ങളാണെന്ന ബോധം പോലും സുരേഷ് ഗോപിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള സുരേഷ് ഗോപിയുടെ സമീപനത്തെയും ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുകയാണ്. അപേക്ഷ നൽകുന്നവരെയെല്ലാം പറഞ്ഞു വിടുന്നു. ആരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. നിവേദനം വാങ്ങി കൈലേസ് വെച്ച് തുളച്ചു കളഞ്ഞയാളാണ്. അദ്ദേഹത്തിന്റെ വാക്കിന് ആരും ഒരു വിലയും കൽപ്പിക്കുന്നുമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ തരം താഴ്ത്തി കാണിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ ഈ വിമർശനങ്ങളെന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ യാതൊരു സ്വാധീനവും ഈ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും ശിവൻകുട്ടി ആവർത്തിച്ചു പറഞ്ഞു. ഈ രാഷ്ട്രീയ വാദപ്രതിവാദം വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.